പുന്നാര ചങ്ങായിമാരെ, കഴിഞ്ഞ ദിവസം ഗസ്റ്റ് വന്നിട്ട് രാത്രിയായി കഴിഞ്ഞപ്പോൾ ഗസ്റ്റ് വിളിച്ചു. ഷെഫ് എവിടെയുണ്ട്, ഇവിടം വരെ ഒന്ന് വരുവാണെങ്കിൽ 2 കഷ്ണം മീൻ തരാമെന്ന് പറഞ്ഞു. അതെന്ത് മീനാ അന്നേരം വേണ്ടി കയറി ചെന്ന് നോക്കിയപ്പോണ്ട് ഏതോ മീൻ മസാലയൊക്കെ പറ്റി അടിപൊളിയായിട്ട് അവർ ഗ്രില്ല് ചെയ്യാൻ പറ്റിയതിനകത്ത് 2 പീസ് എടുത്ത് മാറ്റി വെച്ചിട്ട് ഇത് കൊണ്ടുപോയി പിള്ളേർക്ക് എന്തെങ്കിലും കറിയോ ഫ്രൈ ആക്കിയോ കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുത്തോന്ന് പറഞ്ഞു. കെട്ടിയ പാടി കെട്ടാത്ത പാതി നമ്മളെടുത്ത് വന്ന് ഫ്രിഡ്ജിൽ കിടന്ന് വെച്ചിട്ട് പിറ്റേന്ന് നേരം വെളുത്ത് എടുത്തിട്ട് അതെല്ലാം കിള്ളിപ്പറിച്ച് ചിറ്റിപ്പറിച്ച് വെച്ചേക്കണ കോലാട്ടർ മക്കളെ കാണുന്നേ. അപ്പോൾ എന്നാ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ഫ്രൈ ആക്കിയിട്ടൊരു മസാല ആക്കാമെന്നൊക്കെ ഓർത്തായിരുന്നു. പിന്നെ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ അത് വേണ്ട, എന്നാൽ പിന്നെ അത് തോരനാക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഷ് തോരനാട്ടോ, അതും ഫ്രൈ തോരൻ. അപ്പോൾ ചില്ലി പറിച്ച് എല്ലും മുള്ളും പള്ളയെ കളഞ്ഞ് മാറ്റി വെച്ചേക്കണ മീൻ നമുക്ക് മസാല പറ്റി റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള മസാലക്കൂട്ടായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. അതിനകത്ത് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അരച്ച പേസ്റ്റും മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, മുളക് പൊടി, മറ്റേ പിന്നെ എന്നായിരുന്നു ഗരം മസാല വേണ്ടല്ലോ അതിനകത്തല്ല, ജീരകപ്പൊടി എല്ലാം കൂടെ കൂടിയിട്ട്, കാശ്മീരി മുളക് പൊടി എല്ലാം കൂടെ കൂടിയിട്ട് സെറ്റ് ചെയ്ത് മിക്സ് ചെയ്ത് തട്ടിപ്പൊത്തി മാറ്റി വെച്ചേക്കണ കോലാട്ടയെ കാണണേ. അപ്പോൾ തോരനുണ്ടാക്കാൻ വേണ്ടി കുനുകുനാന്ന് സവാള അരിയണ പകരം നമ്മൾ മറ്റേ നീളത്തിലായിട്ട് അരിഞ്ഞെടുക്കണേ. വട്ടത്തിൽ മുറിച്ചിട്ട് നീളത്തിൽ ചലവലാന്ന് വെട്ടി അരിഞ്ഞ് മാറ്റി വെക്കേണ്ടിട്ട് അതിനകത്ത് നമ്മൾ എടുത്തേക്കണത് 3 സവാള, 6 പച്ചമുളക് കേട്ടോ. പിന്നെ നോക്കിക്കപ്പോൾ മല്ലിയില കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. എന്നാൽ പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ തട്ടിയേക്കാന്ന് കരുതി അതും വെട്ടി വെച്ചിട്ടുണ്ട്. മല്ലിയില ഓപ്ഷനിലാട്ടോ മക്കളെ, വേണമെങ്കിൽ മാത്രം തട്ടിയാൽ മതി. അങ്ങനെ എല്ലാം സെറ്റാക്കി അരിഞ്ഞു പിടിച്ച് മാറ്റി വെച്ചിട്ട് അടുപ്പത്തേക്ക് തീയും കത്തിച്ച് ചീഞ്ചട്ടി എടുത്ത് കയറ്റി വെച്ച് എണ്ണയും ചൂടായി കഴിഞ്ഞാൽ അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും വാരിയിട്ടിട്ട് നമ്മൾ ചിക്കനും എപ്പോൾ പറഞ്ഞാലും ചിക്കൻ എന്നാ വായിൽ വരുള്ളൂ. ചിക്കനിലിട്ട് പണിത് ലാസ്റ്റ് വായിന്ന് ചിക്കൻ മാത്രമേ ചാടുള്ളൂ, അല്ലാണ്ട് കോഴിയായിട്ട് പറയണേ അല്ലാട്ടാ. നമ്മുടെ മീൻ അങ്ങനെ പൊരിച്ചെടുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. തോരനാകുമ്പോൾ പിന്നെ തേങ്ങ വേണമല്ലോ എന്ന് കരുതി ഒരു തേങ്ങ എടുത്ത് വട്ടം പൊട്ടിച്ച് ഒരു കഷ്ണം മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള കഷ്ണം എടുത്തിട്ട് ചിരണ്ടാൻ വേണ്ടി മാറ്റി വെച്ചിരുന്നിട്ടാ കണ്ടേ. ചിരണ്ടി വെച്ചേർന്ന തേങ്ങ പിന്നെ ഇച്ചിരി കഴിയുമ്പോൾ വീണ്ടും കാണിച്ചു തരാട്ടോ. തേങ്ങയും ചിരണ്ടി കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് നോക്കിയപ്പോഴത്തേക്കൊണ്ട് നമ്മുടെ എണ്ണയിൽ കിടന്ന മീനാണെങ്കിൽ അല്ല അടിപൊളിയായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. കോരി വെച്ചേക്കണ കണ്ടോ, ചിക്കൻ 65 കൊത്തി എരിഞ്ഞ് കോരി വെച്ചേക്കണ മാതിരി ഇരിക്കണ ഇരിപ്പ് കണ്ടോ ആയിരുന്നു. നമ്മൾ ആദ്യം വെട്ടിപ്പൊളിച്ച് കറുമുറ ചിരണ്ടി വെച്ചേക്കണ തേങ്ങയായിട്ടേ ഇരിക്കണേ. അങ്ങനെ 1, 2, 3, 4 എന്നും പറഞ്ഞ് നമ്മൾ കുറേശ്ശെ മീനും കൂടെ എണ്ണയിലേക്ക് ഇട്ടെടുത്ത് വറുത്ത് കോരി മാറ്റി അവസാനം പരിപാടിയായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എണ്ണ എടുത്ത് കമത്തി കളഞ്ഞിട്ട് ചീഞ്ചട്ടിയുടെ കാതിൽ പിടിച്ചൊരു തൂക്കി കഴുകി കൗത്തി വീണ്ടും ആ ചീഞ്ചട്ടി തന്നെ കയറ്റി വെച്ച് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയും കൂടെ കോരി തട്ടിയതാട്ടേ കാണണേ. വെളിച്ചെണ്ണ ചൂടായെന്ന് അറിയാൻ വേണ്ടി ഇച്ചിരി പെരിഞ്ചീരകം ഇട്ട് കൊടുത്ത് നോക്കിയപ്പോൾ കറുമുറ എന്ന് പെരിഞ്ചീരകം പൊട്ടി തുടങ്ങി. അപ്പം തന്നെ അപ്പുറത്തെ തണ്ടൊടിഞ്ഞ് വാടിക്കിടക്കുന്ന കറിവേപ്പില കുറച്ച് തണ്ടേ പിടിച്ച് ഊരിയെടുത്തിട്ട് ചീഞ്ചട്ടിയിലേക്ക് ഒരു തട്ടും വച്ചു കൊടുത്ത് ചടുപുടുന്നൊരു പൊട്ടിത്തെറിക്കലായിരുന്നു. പൊട്ടിത്തെറി നീണ്ടു നിൽക്കുന്നതിന് മുമ്പ് ഇതാണല്ലോ സമയം എന്നും പറഞ്ഞിട്ട് അരിഞ്ഞു വെച്ചേർന്ന സവാളയും പച്ചമുളകും കൂടെ കൂടി എടുത്ത് എണ്ണയിലേക്ക് പിടിച്ചിട്ട് തട്ടും വെച്ച് കൊടുത്തിട്ട് ഇളക്കി കൂട്ടി മിക്സ് ചെയ്തെടുക്കണ കോലാട്ടറങ്ങായി. ഇതൊക്കെ കാണുന്നതിനും കേൾക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തവരും ചെയ്യാത്തവരുമായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാവും. ആരൊക്കെ എങ്ങനെയൊക്കെയാന്ന് പഠിച്ചവർക്ക് മാത്രമേ അറിയാവുന്നതൊക്കെ. എന്തായാലും പറഞ്ഞപ്പോൾ നാക്കുകളിക്ക് തെറ്റിപ്പോയെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഇനി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക വേണം കേട്ടോ. ഇനി വേറെ ആരെങ്കിലും ഉപകാരപ്പെടുന്നു തോന്നുവാണെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവർക്കൊന്ന് വാട്സപ്പ് വഴിയോ ഫേസ്ബുക്ക് വഴിയോ ഇൻസ്റ്റാഗ്രാം വഴിയോ എന്താണെങ്കിലും ഒന്ന് ഷെയറും ചെയ്ത് കൊടുത്തേരേട്ടോ. അപ്പോൾ അടച്ച് മൂടി മാറ്റി വെച്ചേർന്ന സവാളക്കകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് എടുത്തിട്ട് ഒന്നോടും തട്ടിപ്പൊത്തി ഇളക്കി മൂടിയെടുത്തിട്ട് വാടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മൂടി മാറ്റി വെച്ചിട്ട് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള കാശ്മീരി ചില്ലി പൗഡറും അതേപോലെ തന്നെ സാധാ മുളക് പൊടിയും കുരുമുളക് പൊടിയും പിന്നെ നമ്മുടെ വറ്റൽമുളക് ഇടിച്ചു പൊടിച്ചതെല്ലാം കൂടെ കൂടിയിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെച്ചു. അതിൻ്റെ പുറകെ കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടെ പിടിച്ച് കുമ്പെടുത്ത് കുനിച്ചെടുത്ത് കീപ്പോട്ടേക്ക് ചാടിച്ച രങ്ങാട്ടിറങ്ങായി. എല്ലാം കൂടെ കൂടി മിക്സ് ചെയ്ത് തട്ടിപ്പൊത്തി റെഡിയാക്കി വെച്ച് കഴിഞ്ഞപ്പോൾ വട്ടം പൊട്ടിച്ച് നീളത്തിൽ കരകരാന്ന് മാന്തി പൊളിച്ച് തിരണ്ടി വെച്ചേർന്ന തേങ്ങ എടുത്തിട്ട് ചീഞ്ചട്ടിയിലേക്ക് ഒരു തട്ടും വെച്ച് കൊടുത്ത് അത് ഇളക്കി കൂട്ടി ഒന്നുകൂടെ സെറ്റാക്കുക കേട്ടോ. തോരൻ എന്ന് പറയുമ്പോൾ തേങ്ങയില്ലാണ്ട് എന്തുട്ട് തോരനടെ എങ്ങായി എന്ന് ആരും ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ തേങ്ങ കൂടെ കൂടി ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്യണത്. അങ്ങനെ അതൊന്ന് അടച്ചു മൂട്ടി സെറ്റ് ചെയ്ത് ഒന്ന് വാടി വന്ന് തേങ്ങയുടെ ഒരു പച്ചമണമൊക്കെ ഒന്ന് പോയി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും സാധനങ്ങളൊക്കെ നോക്കി ഇതിന് എരിവുണ്ടോ ഉപ്പുണ്ടോ പുളിയുണ്ടോ എന്നെല്ലാം ഒന്ന് നോക്കി അതെല്ലാം സെറ്റാന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഒന്ന് ഇളക്കി പൊത്തി തെട്ടി റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മളവിടെ എണ്ണയിലിട്ട് മുരിപ്പിച്ച് കോരി വെച്ചേർന്ന കോഴിയും പോയിട്ട് മീനെടുത്തിട്ട് നമ്മളൊരു തട്ടം കൂടെ വെച്ച് കൊടുക്കണ്ട. എപ്പോൾ നോക്കിയാലും കോഴി എന്ന് വായിലും എന്നോട് എന്താണ് ഇങ്ങനെയൊക്കെ എന്ന്. അങ്ങനെ നമ്മുടെ
മീൻ എടുത്തിട്ട് നമ്മൾ അടുപ്പത്തേക്ക് എടുത്തിട്ട് 4 ഇളക്കുകളിക്ക് മിക്സ് ചെയ്ത് സെറ്റ് ചെയ്ത് അടച്ചു മൂടി വെച്ച് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കറിവേപ്പിലയും കുനുകുനാന്ന് അരിഞ്ഞെടുത്തിട്ട് അവസാനം വന്ന നമ്മുടെ ആ എന്നായിരുന്നു ഓപ്ഷനായിട്ട് പറഞ്ഞു തരുന്ന ആ മല്ലിയില കുനുകുനാന്ന് അരിഞ്ഞത് കുറച്ചും കൂടി ഇട്ട് മിക്സ് ചെയ്ത് തട്ടിപ്പൊത്തി സെറ്റാക്കി ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടൊന്ന് മൂടിയെടുത്ത് സെറ്റാക്കി വെച്ച് കഴിഞ്ഞിട്ട് പാത്രത്തിലേക്ക് കോരി എടുത്തപ്പോൾ കണ്ട എന്നെ പൊന്നാര ചെങ്ങായിമാരെ വായിന്ന് വെള്ളം വരുവാട്ടെ എനിക്ക് തന്നെ. അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ.